അപ്പം നമ്മൾ അടുത്തതായിട്ട് എത്തിച്ചെന്നിരിക്കുന്നത് ഇവിടെ ഒരു ദൊഡ്ഡപേട്ട ടീ ഫാക്ടറിയിലാണ്. ഊട്ടി വരെ പോയിട്ട് ടീ ഫാക്ടറി പോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തീരാ നഷ്ടം തന്നെയാണ്. ഊട്ടി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായും കാണാൻ പോകേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ടീ ഫാക്ടറിയും ടീ മ്യൂസിയവും. നമ്മൾ ഡെയിലി കുടിക്കുന്ന ഈ ചായ, ഇത് എങ്ങനെയാണ് അതിൻ്റെ ചായയിൽ ഉണ്ടാക്കണതെന്ന് നമുക്കറിയാനായിട്ട് നല്ല ആകാംക്ഷ ഉണ്ടാവില്ലല്ലോ. എനിക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നു. മാത്രമല്ല നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് അതും എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയണ്ടേ അല്ലേ? അപ്പം അത് കാണാം. അപ്പം നമ്മൾ അടുത്തതായിട്ട് എത്തിച്ചെന്നിരിക്കുന്നത് ഇവിടെ ഒരു ദൊഡ്ഡപേട്ട ടീ ഫാക്ടറിയിലാണ്. അപ്പോൾ ഇവിടേക്ക് കയറി വന്നപ്പോൾ തന്നെ കാർ പാർക്കിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ അവരൊരു സാധനം തന്നു. കയ്യിൽ ഇത് കെട്ടിയിട്ടേ പോവാവും. എനിക്ക് കെട്ടിത്തന്ന്. പിന്നെ ഇതിൽ ദൊഡ്ഡപേട്ട ടീ ഫാക്ടറി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് കെട്ടിയിട്ട് നമുക്കിനി എൻട്രൻസ് ഇവിടെ നിന്നാണ്, നമുക്ക് കയറാം. വന്ന് കയറിയപ്പോൾ തന്നെ ആഹാ നല്ല മഴ കിട്ടി. ഇവിടുത്തെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ, തണുത്തിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഫാക്ടറിയുടെ ഉള്ളിലേക്ക് കയറാൻ നോക്കുക. ഇതാണ് കേട്ടോ മെയിൻ എൻട്രൻസ്. ഇവിടെ നിന്ന് നമുക്കൊരു ടിക്കറ്റ് എടുക്കണം. 10 രൂപയുള്ളൂ ടിക്കറ്റിന്. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തു. ഇനി നമ്മൾ കയറാൻ പോവാണ്. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറി. ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ കാണാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ടീ മ്യൂസിയം ആണ്. അപ്പോൾ ചായ എങ്ങനെയാണ്, ചായ വന്ന വഴി അങ്ങനെ പറയാം. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കുറേ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കഥകളും കാര്യങ്ങളൊക്കെ. ഇവിടെ നിന്നാണ് നമ്മുടെ ചായയില പരിപാടി തുടങ്ങുന്നത്. ഇവിടെ നിന്നാണ് കണ്ട, നമ്മുടെ തേയിലത്തോട്ടത്തിൽ നിന്ന് നുള്ളിയെടുത്ത ഫ്രഷ് തേയിലകൾ ഇവിടെ നിരത്തിയിട്ടിരിക്കുകയാണ്. അങ്ങനെ നിരത്തിയിട്ടിരിക്കുന്ന ആ തേയിലകൾ ഇതിൽ കൂടെ ഇവിടെ താഴത്തും, ഈ ഫാക്ടറിയുടെ താഴത്തും ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഈ വഴി പോകുന്നത്. ഈ വഴി അത് നേരെ താഴെയുള്ള മെഷീനിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും പ്രോസസ്സ് ചെയ്ത് അത് ചെറിയൊരു പൗഡർ രൂപത്തിലേക്ക് ആക്കുന്നു. നല്ല ഫൈൻ പൗഡർ അല്ല എങ്കിലും ഒരു ഏകദേശം ഒരു പൗഡർ രൂപത്തിലേക്ക് ആക്കുന്നു. അങ്ങനെ പല മെഷീനിൽ കൂടെ ഇങ്ങനെ കടത്തി വിടുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്. ഇത് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഭയങ്കര സൗണ്ടാണ്. ഇവിടെ നിന്ന് നമുക്കൊന്നും പറയാനും കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ ചായയിലായിക്കൊണ്ടിരിക്കുകയാണ്. തേയില ഉണക്കിയിട്ട് അത് പൊടിച്ചാണ് ചായയിൽ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പച്ച തേയില തന്നെയാണ് ഇവർ ഇട്ട് പൊടിക്കുന്നത്. എന്നിട്ട് ഓരോ ഘട്ടത്തിൽ പൊടിച്ച് ഓരോ ഘട്ടം എത്തുമ്പോഴാണ് അതിനെ ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ നോക്കി ഇവിടെയൊക്കെ ഉണക്കുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ ഘട്ടത്തിലെത്തുമ്പോൾ അവർ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പച്ച തേയില തന്നെയാണ് ഇവർ പൊടിക്കുന്നത്.
അവസാനം എന്താ ചായയിലകൾ പാക്ക് ചെയ്യാണ്, അതിനും മെഷീൻ തന്നെയാണ്. അപ്പോൾ അത് ചായയിലകൾ പാക്ക് ചെയ്ത് മെഷീനിൽ വരുന്നതാണ് കാണുന്നത്. അങ്ങനെ ചായയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ഇറങ്ങാണ്. താഴോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും ഇവരുടെ ടീ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇന്ന് കാർഡമം ടീ ആണ്, നമ്മുടെ ഏലക്കായ ചായ. അപ്പോൾ ആ ചായ കുടിച്ച് നല്ല സൂപ്പർ ടീ ആണ്. ഇനി ഇതായി നമ്മൾ എത്തിയിരിക്കുന്നത് ഇവരുടെ ഫാക്ടറി ഔട്ട്ലെറ്റിലാണ്. ഇവിടുന്ന് നമുക്ക് ഇവരുടെ പല ഫ്ലേവേഴ്സിലുള്ള ചായലകളും പിന്നെ പനിനീര്, ചന്ദനപ്പൊടി, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല തരത്തിലാണ് ഇവരുടെ പാക്കിങ്. വെറൈറ്റി പാക്കിങ്ങിലാണ് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് വേണം ഇനി ചോക്ലേറ്റ് ഫാക്ടറിക്ക് പോകാൻ. ഇവിടെ തൊട്ടടുത്ത ഒരു ബിൽഡിംഗ് തന്നെയാണ് ചോക്ലേറ്റ് ഫാക്ടറി. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് സാധനങ്ങൾ ആവശ്യമുള്ളത് വാങ്ങിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. കാരണം അവിടെ നിന്ന് ഇനി നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് വരാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് ചോക്ലേറ്റ് ഫാക്ടറി കാണാം. ഇതാ ചോക്ലേറ്റ് ഫാക്ടറിയിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും നല്ല പണിത്തിരക്കിലാണ്. ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ ചോദിക്കായിരുന്നു. ഇതാ ഇങ്ങനെയാണ് അപ്പോൾ ചോക്ലേറ്റൊക്കെ ആവുന്നത്. ഇതിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് കാണിച്ചു തരുന്നില്ല. ചോക്ലേറ്റ് ആ മെഷീനിൽ നിന്ന് വരുന്നു, ഇവർ അതിനെ പല രൂപത്തിലേക്ക് ആക്കുന്നു, അത്രേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ദേ കണ്ടോ, ഇതാണ് ചോക്ലേറ്റ് ഈ മെഷീനിൽ നിന്ന് വരുന്നു, ഇവരത് പല രൂപത്തിലൊക്കെ ആക്കിയെടുക്കുന്നു. അല്ലാതെ ഇതിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇതാ അപ്പോൾ ഇതിന് ഉള്ളിൽ തന്നെ ചോക്ലേറ്റിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ പല വെറൈറ്റി ചോക്ലേറ്റ്സ് ആണ് ഇരിക്കുന്നത്. കണ്ടിട്ട് തന്നെ നമുക്ക് കൊതിയാവുന്നുണ്ട്. എല്ലാത്തിൻ്റെയും റേറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചോക്ലേറ്റ്സ് മാത്രമല്ല ഫഡ്ജസും ഉണ്ട്. പിന്നെ 100 ഗ്രാംസിൻ്റെ ആണ് ഇത് റേറ്റ് എഴുതി വെച്ചിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ എല്ലാത്തിനും കൈയിട്ട് വാരിയെടുക്കാൻ തോന്നുന്നുണ്ടല്ലേ. ഓ എന്ത് ഭംഗിയാണ്. ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഇവിടെ ഡ്രസ്സുകളാണ്. അപ്പോൾ അതൊന്ന് നോക്കാം.
അപ്പോൾ നമ്മൾ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു, കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇവിടുത്തെ ഫാക്ടറി മാത്രമേ ഉള്ളൂ, അതായത് തേയില കാണിക്കുന്നുണ്ട്, തേയില എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യണമെന്ന്, അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യണമെന്ന്, പിന്നെ കുറച്ച് ഡ്രസ്സ് ഐറ്റംസ്, അതായത് കോട്ട്, ജാക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, സംഭവങ്ങൾ, ബാഗ്, പിന്നെ കുറച്ച് സൗനിയേഴ്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ എല്ലാം പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊക്കെ നൈസാണ് കേട്ടോ. നമുക്ക് ഈ ഒരു 10 രൂപ കൊടുത്ത് നമ്മൾ എൻട്രൻസ് കയറി കഴിഞ്ഞിട്ട് ഇത്രയും ഐറ്റംസ് കാണാൻ പറ്റി. അവിടെ നിന്ന് ഒരു ടീ കിട്ടി, സൂപ്പർ ടീ ആയിരുന്നു കേട്ടോ, കാർഡമം ടീ ആയിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ അത് കിട്ടി. അങ്ങനെ നമ്മളുടെ നൈസ് പ്ലേസാണ്. എല്ലാവർക്കും എന്തായാലും ഊട്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കയറിയിട്ട് പോവാം, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. സൂപ്പറാണ്. അപ്പോൾ ഇവിടെ ഒരു അഡ്വഞ്ചർ പാർക്ക് കണ്ടു, ഈഗിൾ ഡെയർ എന്നാണ് പേര്. അപ്പോൾ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അങ്ങനെ ബൊട്ടാനിക്കൽ ഗാർഡനും ടീ ഫാക്ടറിയും റോസ് ഗാർഡനും ഒക്കെ കവറപ്പ് ചെയ്ത് ക്ഷീണിച്ചേക്കാം. ഇനി നേരെ റൂമിലേക്ക് പോവാണ്. റോസ് ഗാർഡൻ്റെ വീഡിയോ ഞങ്ങൾ എടുത്തില്ല, കാരണം ഇവിടെ നല്ല മഴയായിരുന്നു. മാത്രമല്ല റോസ് ഗാർഡനിൽ റോസൊന്നും ഇപ്പോൾ പഴയ പോലെ ഇല്ല, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ കവറപ്പ് ചെയ്തില്ല. ഇനി ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവാണ്. ഇനി ബാക്കി ഊട്ടി കാഴ്ചകളൊക്കെ നാളെ. ഇനി നാളത്തെ വീഡിയോയും എല്ലാവരും കാണാം. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.